പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 8:31 വിശുദ്ധ പൗലോസ്ലീഹ ചോദിക്കുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആർക്കും നമ്മെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. നാം ആരുടെ പക്ഷത്താണ് എന്ന് നാം ചിന്തിക്കണം. നാം ദൈവത്തിൻ്റെ പക്ഷത്താണെങ്കിൽ ദൈവം നമ്മുടെയും പക്ഷത്താണ്. എന്തുകൊണ്ടാണ് നാം യേശുവിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നത്? റോമ 8:5-8 നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കി. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ മുഴുവൻ യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പീഡകൾ സഹിച്ച് നമുക്ക് വേണ്ടി യേശു കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് റോമ 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, ആപത്തോ, വാളോ, നഗ്നതയോ, പട്ടിണിയോ? ഇവയ്ക്കൊന്നും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നിനും വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? സ്വർഗപിതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതെ ജീവിക്കുവാൻ, നാം തെറ്റുകളിൽ വീഴാതിരിക്കുവാൻ ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പസ്തോല പ്രവർത്തനം 1:4 യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ ശക്തി പ്രാപിച്ചത്. ജോയൽ 2:28 കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. യോഹന്നാൻ 4:14 യേശു പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യ ജീവനിലേക്ക് നയിക്കുന്ന അരുവിയാകും എന്ന്. യോഹന്നാൻ 7:37 യേശു പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന്. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുവാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ നാം ഹൃദയത്തിൽ സ്വീകരിക്കണം. ദൈവിക കൃപയാൽ നാം നിറയണം. ദൈവം നമ്മുടെ ഹൃദയം പരിശോധിക്കുകയും കൃപകൾ നൽകുകയും ചെയ്യുന്നു. ദൈവം ആരെയാണ് കടാക്ഷിക്കുന്നത്? യെശയ്യാ 66:2 തിരുവചനം പറയുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. എളിമയോടും അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവവചനം കേൾക്കുകയും അവ സ്വീകരിക്കുകയും ചെയ്യുന്നവനെയാണ് കർത്താവ് കടാക്ഷിക്കുന്നതും കൃപകൾ ചൊരിയുന്നതും. അപ്പോൾ നാം വിളിക്കും മുമ്പേ കർത്താവ് ഉത്തരമരുളും. പ്രാർത്ഥിച്ചു തീരും മുമ്പേ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. ദൈവം നമ്മുടെ പക്ഷത്താകുമ്പോൾ ആർക്കും നമ്മെ തോൽപ്പിക്കുവാനും സാധിക്കുകയില്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.